സർക്കാരിന്റെ കൈത്താങ്ങ്. തൊഴിൽ തട്ടിപ്പിന് ഇരയായി തായ്ലാന്റ് മ്യാൻമർ അതിർത്തിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു. 283 ഇന്ത്യക്കാരെയാണ് ഈ തട്ടിപ്പിൽ നിന്നും കേന്ദ്രം രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മ്യാൻമറിലും തായ്ലാന്റിലും ഇന്ത്യൻ എംബസികൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെയും പ്രാദേശിക അധികാരികളുമായി സഹകരിച്ചുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. വ്യോമസേനയുടെ വിമാനത്തിലാണ് തട്ടിപ്പിന് ഇരയായി രക്ഷപ്പെട്ടവരെ തായ്ലാന്റിലെ മോ സൊട്ടോമിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി പൗരന്മാരെ തായ്ലാന്റ്, കംബോഡിയ, മ്യാൻമർ എന്നിവിടങ്ങളിലെ സൈബർ തട്ടിപ്പിൽ ഉൾപ്പെടെ കോൾ സെന്ററുകൾക്ക് കൈമാറുകയായിരുന്നു. ഇത്തരത്തിൽ കുടുങ്ങിയ 543 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം ലഭ്യമാകുന്നതും. ഇതിൽ 283 പേരെയാണ് തിരിച്ചെത്തിച്ചിരിക്കുന്നതും. ബാക്കിയുള്ള പൗരന്മാരെ വരും ദിവസങ്ങളിൽ തിരികെ കൊണ്ടുവരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. തൊഴിൽ എന്ന വ്യാജേന മനുഷ്യക്കടത്ത് വർദ്ധിച്ചു വരുന്ന പ്രവണത എടുത്തു കാണിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വ്യാജ ജോലി വാഗ്ദാനം നൽകിയാണ് ഈ ആളുകളെ മ്യാൻമർ ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആകർഷിച്ചത്. വിദേശത്ത് ഇത്തരം ചൂഷണ സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷിതമായ മോചനവും തിരിച്ചുവരവും ഉറപ്പാക്കാൻ ഇന്ത്യ മുൻകൈയെടുത്ത് സുസ്ഥിരമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. വിദേശ എംബസികൾ വഴി വിദേശ തൊഴിലുടമകളുടെ യോഗ്യതാപാത്രങ്ങൾ പരിശോധിക്കുവാനും ജോലി വാഗ്ദാനം സ്വീകരിക്കുന്നതിന് മുൻപേ തന്നെ റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ കമ്പനികളുടെയും ചരിത്രം പരിശോധിക്കുവാനും ഇന്ത്യൻ പൗരന്മാരോട് വീണ്ടും നിർദ്ദേശിക്കുകയാണ് എന്നും ഇത്തരം റാക്കറ്റുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണം എന്നാണ് അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് IT മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കംബോഡിയയിലെ മനുഷ്യക്കടത്തുകാരുടെ കയ്യിൽ കുടുങ്ങിയ 7 പേരെ നാട്ടിലേക്ക് എത്തിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. കോഴിക്കോട് വടകര സ്വദേശികളായ യുവാക്കളായിരുന്നു നാട്ടിലേക്ക് തിരികെ എത്തിയതും. കംബോഡിയയിൽ എത്തപ്പെട്ട യുവാക്കൾ സാഹസ്യമായാണ് ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ തന്നെ ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെടുന്നതും. എന്നാൽ നാട്ടിലേക്കുള്ള ഇവരുടെ യാത്ര പ്രതിസന്ധിയിലായിരുന്നു. എംബസി അധികൃതരുടെ മലയാളി കൂട്ടായ്മയുടെയും സഹായത്തോടെയായിരുന്നു നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള വഴി ഒരുങ്ങിയതും. വിമാന ടിക്കറ്റ് അടക്കമുള്ള തുക നാട്ടിൽ നിന്നും അയച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയതും. കംബോഡിയയിൽ നിന്നും മലേഷ്യ വഴി രാത്രിയോടെയായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഈ 7 യുവാക്കളും വിമാനത്തിലേക്ക് എത്തുന്നതും. IT മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഓരോ ₹1,00,000 വീതം വാങ്ങി വടകര സ്വദേശിയായ യുവാക്കളെ സുഹൃത്തുകൂടിയായ ഇടനിലക്കാരൻ ആദ്യം മലേഷ്യയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പിന്നീട് കംബോഡിയയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സൈബർ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ജോലിയാണ് അവിടെയെന്നും തങ്ങളെ അതിനായി ഒരു കമ്പനിക്ക് വിൽക്കുകയായിരുന്നുവെന്നും പിന്നീട് അത് മനസ്സിലാക്കിയ യുവാക്കൾ വ്യക്തമാക്കുകയായിരുന്നു. പിന്നീട് വലിയ ശാരീരിക മാനസിക പീഡനങ്ങളായിരുന്നു ഇവരിൽ നിന്നും നേരിട്ടതെന്നും ഈ യുവാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.